ചുടുചോര ചിന്തിയ മണ്ണിൽ ഇരുട്ടിന്റെ കഥകൾ നിറഞ്ഞുള്ള പാരിൽ ഗസലായാദ്യമോരാദ്യം നരൻ തന്റെ കഥ പാരിനേകുവാനേറ്റം വ്യതിചലിച്ചും ചിലർ മതിഭ്രമിച്ചും പല ചരിതത്തിൽ അപമാനക്കരി പുരട്ടി തേൻകോട് വെട്ടി മരത്തെ കടിക്കുന്ന അപരിഷ്കൃതം വാണിക്കൊടി പറത്തി. SYSന്റെയും SSFന്റെയും ജില്ലാ സോൺ സർക്കിൾ നേതാക്കൾ, ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന പ്രസ്ഥാനിക പ്രവർത്തകർ, ഈ ദർശനങ്ങൾക്കിടയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതം അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ പാത അതേപടി സ്വീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയാദർശങ്ങൾ ഈ മണ്ണിൽ വിശ്വസിച്ച് അനുഷ്ഠിച്ച് പ്രവർത്തിച്ചു പോരുകയാണ്. കാലങ്ങൾക്കനുസരിച്ച് ഭൂമി ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് തന്നെ പ്രബോധന രംഗത്ത് പുത്തൻ രീതികൾ സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ദിശ പിടിച്ച് നയിക്കാൻ മുസ്ലിം സമൂഹത്തിന് ദിശ നിർണയിച്ചുകൊണ്ട് ഇന്ന് ഈ കാലത്തിനനുസൃതമായ രൂപത്തിൽ മനുഷ്യന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാനുഷികമായ ധർമ്മങ്ങൾ മറക്കാതെ മാനവിക മൂല്യങ്ങൾ കൈവിടാതെ ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നാം പ്രവർത്തിക്കണമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന അനുസ്യൂതം നേതാക്കൾ നമുക്ക് മുമ്പേ കേരളത്തിന്റെ മണ്ണിൽ 7 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന 6 പതിറ്റാണ്ട് കാലം സുന്നി കേരളയുടെ ബഹുജന പ്രസ്ഥാനമായിരുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം SYS അൽഹംദുലില്ലാഹ് പ്രവർത്തന പദത്തിൽ സുദർഹമായ സേവനങ്ങൾ നിർവഹിച്ചുകൊണ്ട് വിദ്യാഭ്യാസ, ജീവകാരുണ്യ, സാന്ത്വന മേഖലകളിൽ ജനങ്ങൾ സ്വീകരിച്ച് അവർ നെഞ്ചിലേറ്റുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന SYSന്റെ 70ാമത് വാർഷിക ആഘോഷങ്ങളാണ് 29 തീയതികളിലായി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ വെച്ചുകൊണ്ട് ഒരു വർഷക്കാലം നീണ്ടുനിന്ന SYSന്റെ 70ാം വാർഷിക പദ്ധതികളുടെ പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ സമാപന സംഗമം നടക്കുകയാണ്. ആ മഹത്തായ സംഗമത്തിലേക്ക് ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സ്നേഹജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ള പരമപ്രധാനമായ ഉദ്ദേശമാണ്. നമ്മൾ അർപ്പിതമായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും മറന്നുകൊണ്ട് യുവത കേവലം ഉപരിവിപ്ലവമായ കാര്യങ്ങൾക്ക് പിന്നിൽ മാത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാനുഷിക മൂല്യങ്ങൾ എന്താണെന്നോ മാനവികമായി നാം ഈ സമൂഹത്തിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും ഓർമ്മിപ്പിക്കുക എന്നതാണ് SYSന്റെ പ്ലാറ്റിനം ഇയർ പദ്ധതികൾ കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ധാരാളം സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും സംഘർഷങ്ങളും വിപ്ലവങ്ങളൊക്കെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് മനുഷ്യൻ അവന്റെ ഉത്തരവാദിത്തം നടന്നുകൊണ്ടിരിക്കുന്നു. അവകാശങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന തിരക്കിനിടയിൽ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്നവരായിട്ട് ഓർമ്മപ്പെടുത്തലാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ധാരാളം അവകാശങ്ങളുണ്ട്. എന്നാൽ അവകാശങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവകാശവും ഉത്തരവാദിത്തവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചവർക്ക് മാത്രമേ അവകാശത്തെ കുറിച്ച് ശബ്ദിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ആ വിഷയത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിന് തന്നെ അഭിമാനമുള്ള രാജ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്.
നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഒരുപാട് പുരോഗതികളിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ ചവിട്ടി നീങ്ങുന്നെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, പ്രയാസങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പട്ടിണി മരണങ്ങളുണ്ട്, നിരക്ഷരതയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന രാജ്യമാണെങ്കിലും ലോകത്തിന്റെ നെറുകയിൽ നമ്മുടെ രാജ്യം തല ഉയർത്തി നിൽക്കുന്നു. നോക്കിക്കാണുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗങ്ങളിൽപ്പെട്ട രാജ്യമല്ല ഇന്ത്യയെങ്കിൽ പോലും ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് വലിയ മഹത്വവും പ്രാധാന്യവും ഐക്യരാഷ്ട്രസഭ നൽകുന്നുണ്ട്. അങ്ങനെ ലോകത്തെ തന്നെ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന അഭിമാന രാജ്യമാണ് നമ്മുടേത്. പുരാതനമായ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നാം വായിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ ആ രാജ്യത്തിന്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ദിശാസൂചികയാണ്. ഒരു രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരിക്കലും ആ രാജ്യം തകർന്നു പോകുമെന്ന് പേടിക്കേണ്ടതില്ല. മനുഷ്യ വിഭവശേഷിയാണ് മുസ്ലിം ഭരണാധികാരികൾ അവരാണ് ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ഏകീകൃത രാജ്യമാക്കി മാറ്റിയത്. മുസ്ലിം ഭരണാധികാരികളായിരുന്ന സുൽത്താൻമാരും അതിനുശേഷം ഭരണം നടത്തിയ മുഗളന്മാരുമാണ് ഇന്ന് കാണുന്ന രീതിയിൽ രാജ്യത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചത്. മുഹമ്മദ് ഗസ്നവിയും ശിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറിയും തടങ്ങുന്ന പ്രഗത്ഭരായ ഭരണാധികാരികൾ അടിമവംശത്തിലൂടെ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ അവർക്കെതിരായിട്ട് ഒരിക്കൽ പോലും സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ നടന്നിട്ടില്ല. ഇവിടെയും നമുക്ക് ആ ചരിത്രം കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണത്? ഭരണാധികാരികൾക്കെതിരെ ഇവിടെയുള്ള പൗരന്മാർ ഒരിക്കലും സമരത്തിനിറങ്ങിയിട്ടില്ല. ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയ സ്രോതസ്സായിട്ട് വർത്തിച്ചത് നമ്മുടെ സെക്യുലറിസം അല്ലെങ്കിൽ വൈവിധ്യം, ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രധാനപ്പെട്ട 5 പദങ്ങൾ പറയുന്നുണ്ട്. We the people of India having solemnly resolved constitute India into a sovereign, secular, socialist, democratic republic. ഇന്ത്യ രാജ്യത്തിന്റെ 5 പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഈ സവിശേഷതകൾ എവിടെ നിന്നാണ് രാജ്യം ഉൾക്കൊണ്ടത്? പാരമ്പര്യത്തിൽ നിന്നാണ്. ഇന്ത്യ രാജ്യം പരമാധികാരം ഏതെങ്കിലും ഒരാഴ്ച കൊണ്ട് എഴുതി പൂർത്തിയാക്കിയതല്ല, ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയതല്ല. കൃത്യമായി പറഞ്ഞാൽ 2 കൊല്ലവും 11 മാസവും 18 ദിവസവും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ചർച്ച ചെയ്ത് സർവിത ചർവണം നടത്തിയിട്ടാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപകൽപ്പന നൽകിയത്. ആ ഭരണഘടന ഇന്നും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ നട്ടിലായിട്ട് വർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന സെക്യുലറിസം, സോഷ്യലിസം, അതായത് മതേതരത്വം, അതുപോലെ സോഷ്യലിസം, ഈ 2 ആശയങ്ങൾ അതിൽ നിന്ന് നീതിപീഠത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷകളുടെ വാചകങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ കാവൽ എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടനയെ മാറ്റാൻ ഒരാളെയും നമ്മൾ അനുവദിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ധാരാളം വെല്ലുവിളികൾ, അതൊക്കെയും നമുക്ക് നേരിടാൻ കഴിയണമെങ്കിൽ, അതൊക്കെയും അവഗണിച്ചുകൊണ്ട് രാജ്യം പുരോഗതിയുടെ പടവുകളിലേക്ക് കയറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രാജ്യത്തിന്റെ ഭരണഘടന മുറുകെ പിടിക്കണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ സമകാലീന ചരിത്രം നാം പുറത്തു വരുന്ന ചില നിയമങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കുന്നവയാണ്, മതേതരത്വത്തെ കളങ്കപ്പെടുത്തുന്നവയാണ്. നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. 2019 നമ്മുടെ രാജ്യം പൗരത്വ നിയമം പ്രഖ്യാപിച്ചത്. എന്താണ് പൗരത്വ നിയമം? 1955 സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ആദ്യമായിട്ട് പൗരത്വ നിയമം ഉണ്ടാക്കുന്നത്. ആ നിയമം അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് 12 വർഷം സ്ഥിരമായിട്ട് ഒരാൾ താമസിച്ചാൽ, അദ്ദേഹത്തിന് മതിയായ രേഖകളുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വം അയാൾ ആവശ്യപ്പെട്ടാൽ നൽകുന്നതിന് രാജ്യത്തിന്റെ നിയമം തടസ്സമല്ല. അതാണ് 1955 നമ്മുടെ പൗരത്വ നിയമം എന്ന് പറയുന്നത്. അതിനെ മുഴുവനും മാറ്റിയിട്ടാണ് 2019 നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് പുതിയ പൗരത്വ നിയമം കൊണ്ടുവന്നത്.
അതിൽ അവർ പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നവർ അവർ അമുസ്ലിങ്ങളാണെങ്കിൽ അടിവരയിട്ട് മനസ്സിലാക്കണം, അമുസ്ലിങ്ങളാണെങ്കിൽ രാജ്യത്ത് 6 വർഷം താമസിച്ചാൽ അവർ ആവശ്യപ്പെട്ടാൽ പൗരത്വം നൽകാം. രാജ്യം ഇത്രയും കാലം സൂക്ഷിച്ച മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന നിയമമായിരുന്നു അത്. അതുകൊണ്ടാണ് രാജ്യത്ത് ശക്തമായ സമരമുണ്ടായത്. പൗരത്വത്തിനെതിരെ, പൗരത്വ നിയമത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ തെരുവോരങ്ങളും ശക്തമായ സമരം ചെയ്തു. മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന നിയമമായിട്ട് പോലും രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ പിന്തുണച്ചത് എന്തുകൊണ്ടാണ്? ഈ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞാൽ രാജ്യമാണ് തകർന്നു പോകുന്നത്, നമ്മുടെ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് ആ നിയമം നമ്മുടെ രാജ്യത്ത് അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാം അതിനെതിരെ സമരം ചെയ്തു. രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് അകന്നു പോകുന്നു, മതേതരത്വത്തിൽ നിന്ന് അകന്നു പോകുന്നു. മോചനവും എല്ലാ സമൂഹങ്ങളിലും നടക്കുന്നുണ്ട്, എല്ലാ സമൂഹങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെയുള്ള കണക്ക് നോക്കിയാൽ, കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം സമൂഹത്തിലെ വിവാഹമോചനത്തെക്കാളേറെ മറ്റു സമുദായങ്ങളിൽ വിവാഹമോചനം നടക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. അതേ സമയത്ത് ഇസ്ലാമിക നിയമമനുസരിച്ച് ത്വലാഖ് ചൊല്ലുക, ഭാര്യയെ വിവാഹമോചനം നടത്തുക എന്നുള്ളത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അത് ഹലാലി ഇലല്ലാഹി അത്വലാഖ്, അല്ലാഹു തആല അനുവദിച്ച വിഷയമാണെങ്കിലും അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള വിഷയമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. അതേ സമയത്ത് വിവാഹം കഴിഞ്ഞതിന് ശേഷം 2 കുടുംബത്തിൽ നിന്ന് ഒഴുകി ഒന്നിച്ചു ചേർന്നവർ പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില പ്രയാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. 2 കുടുംബത്തിലാണ് അവർ പിറന്നത്, 2 വ്യവസ്ഥകളിലാണ് അവർ ജീവിച്ചത്. ഒന്നിച്ചു ചേരുമ്പോ എല്ലാം വിജയത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. പരസ്പരം വഴക്കുണ്ടാകും, കലാപങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് 3 മാർഗമാണ് മുമ്പിലുള്ളത്. ഒന്നുകിൽ പരസ്പരം കലഹിച്ച് ജീവിതം നരകിച്ച് തീർക്കുക, രണ്ടാമത്തത് പരസ്പരം മാറി നിന്ന് ജീവിതം തീർക്കുക. അതുകൊണ്ട് 3ാമത്തെ വ്യവസ്ഥക്കാണ് പ്രാധാന്യം നൽകിയത്. പരസ്പരം ഒരു നിലക്കും യോജിച്ച് പോകില്ല എന്ന് കണ്ടാൽ ഭാര്യ വിവാഹമോചനം നടത്തിയിട്ട് അവർക്ക് 2 ജീവിതങ്ങൾ നയിക്കാം, നല്ല ജീവിതം അവർക്ക് ആരംഭിക്കാം. ഈ വിഷയം നമ്മുടെ ഇസ്ലാം കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് തോന്നിയെന്ന് പറഞ്ഞ് ഭാര്യയെ 3 തലാഖ് ചൊല്ലിയാൽ ആ ഭാര്യക്ക് ചെലവിന് കൊടുക്കണമെന്നും തലാഖ് ചൊല്ലിയവനെ ജയിലടക്കണമെന്നും ആ നിയമം മുസ്ലിമീങ്ങൾക്ക് മാത്രം ബാധകമാണെന്നും പറയുന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ബഹുസ്വരതയെ അവഗണിച്ചുകൊണ്ടുള്ള ഈ നിയമം പാർലമെന്റ് പാസാക്കിയപ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് അതിനെതിരെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യം തകരുന്നത് ഒരാളും ആഗ്രഹിക്കുന്നില്ല. രാജ്യം ഇനി ഉണ്ടാകരുത്. ആ ഭരിയുടെ പേരിൽ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചിട്ടുണ്ട്, ധാരാളം കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് 1991 നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് ആരാധനാലയ സംരക്ഷണ നിയമം പാസാക്കുന്നത്. ബാബരി മസ്ജിദ് തകർത്തു, അവിടെ രാമക്ഷേത്രം വന്നു. ഇവിടെയുള്ള എല്ലാ മതസ്ഥർക്കും അവരവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് രാജ്യത്തിന്റെ നിയമങ്ങൾ എതിരല്ല, രാജ്യത്തിന്റെ ഭരണഘടന തടസ്സമല്ല. അതേസമയത്ത് ഒരു മതവിഭാഗം ആരാധിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ തകർത്തിട്ട് മറ്റുള്ളവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് അതിന്റെ പേരിൽ രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കാനും സംഘർഷത്തിന്റെ മറവിൽ അധികാരം പിടിക്കാനുമുള്ള ഭരണാധികാരികളുടെ ശ്രമങ്ങൾ ജനങ്ങൾ ഗൗരവത്തോടെ നോക്കിക്കാണുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദ് അതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് അദ്ദേഹം അത് അന്വേഷിക്കാനും സർവ്വ നടത്താനുമുള്ള അനുമതി നൽകി. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് യൂപിയിലെ ഷാഹി മസ്ജിദിന്റെ അവകാശവാദവുമായിട്ട് ചിലർ മുന്നോട്ട് വന്നത്. 500 വർഷത്തിന്റെ പാരമ്പര്യമുള്ള ഷാഹി മസ്ജിദ് അവിടെ ഭാവിയിൽ കൽക്ക് ജനിക്കാൻ പോകുന്ന സ്ഥലമാണ്. അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുക? രാജ്യത്ത് സമാധാനം ഉണ്ടാകുമ്പോഴാണ് പുരോഗതി ഉണ്ടാകുക. രാജ്യം പുരോഗതി നേടണമെങ്കിൽ സമാധാനം ഉണ്ടാകണം. സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ പുരോഗതി ഉണ്ടാകില്ല. നമ്മുടെ രാജ്യത്തിന് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ചെറുപ്പകാല അവസ്ഥ
ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് സ്വപ്നങ്ങളില്ല, സമൂഹത്തിന്റെ ഭാവിയെ കുറിച്ച് പ്രതീക്ഷകളില്ല. അവരൊക്കെയും രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ മൈ ലൈഫ് മൈ റൂൾ, എന്റെ ജീവിതം എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് താന്തോന്നികളായി പോകുമ്പോ ആ യുവാക്കൾക്ക് രാഷ്ട്രബോധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അവർ ലഹരിക്കടിമപ്പെട്ടുകൂടാ. നിങ്ങൾ നോക്കണം, 2023 കണക്കനുസരിച്ച് 800 കോടിയുടെ രൂപയുടെ ലഹരി വസ്തുക്കളാണ് നമ്മുടെ കേരള ഗവൺമെന്റ് പിടിച്ചതെങ്കിൽ പിടിച്ചത് 10% പോലും വരില്ല. ബാക്കി 90% ലഹരി വസ്തുക്കളും നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരും കൗമാരക്കാരും ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകൾക്ക് വല്ലാതെ വേദനയുണ്ട്, വല്ലാത്ത ആശങ്കയുണ്ട്. കാലുറക്കാത്ത യൗവനത്തെ കൊണ്ട് രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർ കാലുറപ്പുള്ളവരായിട്ട് മാറണം, രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് സ്വപ്നങ്ങളുള്ളവരായിട്ട് മാറണം. അവർക്ക് വേണ്ടി അവരെ രാജ്യത്തിന്റെ മുൻനിര പോരാളികളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. തൊഴിൽ ചെയ്യാൻ ആളുകളുണ്ട്, അവർക്ക് സംരംഭങ്ങൾ ആരംഭിക്കണം. സർക്കാരുകൾ കേവലം വാഗ്ദാനങ്ങളിൽ മാനവികത അസ്തമിച്ചു പോകരുത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്തുവും യഹൂദനും ഒന്നുപോൽ മരുഭൂമി എത്രയോ ശതാബ്ദമായി നൂറ്റാണ്ടുകളായിട്ട് നമ്മളൊക്കെ ഒന്നിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഈ മഹത്തായ രാഷ്ട്രത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞത്. രാഷ്ട്രപിതാവ് ഗാന്ധിജി പലപ്പോഴും ഡൽഹിയിൽ വരാറുണ്ട്. ആ സമയത്ത് ഗാന്ധിജിക്ക് താമസിക്കാൻ ബിർള മന്ദിരം ഡൽഹിയിലുണ്ട്. പക്ഷെ ഗാന്ധിജി താമസിച്ചത് മൗലാന ഷൗക്കത്ത് അലിയുടെ വീട്ടിലായിരുന്നു. ആ ഒരു പാരമ്പര്യം നമുക്ക് നിലനിർത്തണം. അയ്യപ്പ സ്വാമിയെ പറ്റി പറയുമ്പോ ഭാവരി സ്വാമിയെ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. അതാണ് സൗഹൃദത്തിന്റെ വിശാലമായ വാതായനങ്ങൾ. നമ്മൾ അറിയണം, കുഞ്ഞായൻ മുസ്ലിയാരും മങ്ങാട്ടച്ചനും ഒന്നിച്ച് ഇവിടെ നേടിയ സൗഹാർദ്ദത്തിന്റെ വിശാലമായ കഥയുണ്ട്. മൈസൂറിലെ സിംഹം എന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ, അദ്ദേഹം തികഞ്ഞ മതഭക്തനായിരുന്നു, 100% മുസ്ലിമായി ജീവിച്ച ആളായിരുന്നു. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മഹാഭൂരിഭാഗം മന്ത്രിമാരും ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. പൂർണ്ണയ്യായിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോ, മമ്പുറം തങ്ങളുടെ സഹായി കോന്തുനായരാണ് എന്ന് പറയുമ്പോ, ഇതൊക്കെയും ഇത്രയും സുന്ദരമായ വിശാലമായ സൗഹൃദത്തിന്റെ വിശാലമായ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോ ഉണ്ടാക്കിക്കളയാൻ ചിലർ എത്ര ക്രൂരമായാണ് പാടുപെടുന്നത്. കേരള ഹൈക്കോടതി ഉൾപ്പെടെ പലപ്പോഴും കോടതികൾ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള ആ വിധിയിൽ പെട്ടെന്ന് ചാടിക്കേറി മസാല പറയാൻ കേരളത്തിന്റെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തിടുക്കപ്പെടുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട കാഴ്ചകൾ എന്നല്ലാതെ മറ്റെന്താ പറയാനുള്ളത്? നിലമ്പൂരാണ്, മലപ്പുറം പ്രദേശമാണ്, മുസ്ലിം ഭൂരിപക്ഷ മേഖല ആയിരുന്നില്ല. എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് കൂടിയ കുടിയേറ്റ മേഖലയാണ്. ആ പ്രദേശത്തും വീട് എല്ലാം നഷ്ടപ്പെട്ട് ഒലിച്ചുപോയ എത്രയെങ്കിലും ഹതഭാഗ്യരുടെ കണ്ണീർ നമ്മളൊക്കെ കണ്ടു. ശാസ്ത്രങ്ങളും ലോകത്ത് പഠിപ്പിച്ചതെങ്കിൽ ഒരു ചങ്ങല, ആ ചങ്ങലയുടെ ഉറപ്പ്, അതിന്റെ ഏറ്റവും ദുർബലമായ കണ്ണിക്കുള്ള ഉറപ്പ് എത്രത്തോളം, അത്രയുമാണ് ആ ചങ്ങലയുടെ ഉറപ്പ്. ഇത് മനസ്സിലാക്കി ഏറ്റവും പാവപ്പെട്ടവർ, ഏറ്റവും ബലഹീനർ, അവർക്ക് കരുത്തു പകരുകയും ആ കരുത്തിലൂടെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും രാഷ്ട്രത്തിന്റെയും കരുത്ത്, ശക്തി മെച്ചപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമ്യം കിട്ടുന്നത് കണ്ടോളി എന്ന് PT അബ്ദുറഹ്മാൻ പാടിത്തന്ന വരികൾ അദ്ദേഹത്തിന്റെ കവി മനസ്സിൽ മാത്രം വിരിഞ്ഞതല്ല, പരിശുദ്ധമായ ഒരു ഹദീസിന്റെ ശരിയായ മൊഴിമാറ്റമാണ്, ആശയത്തിന്റെ പകർപ്പാണ് ആ വരികൾ എന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടുള്ള വിധേയത്വമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആഭിമുഖ്യമാണ്. അതോടൊപ്പം സഹജീവികളെ ശരിയാവണ്ണം കാണാനും സേവിക്കാനും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുവാനുമുള്ള ആഹ്വാനം ഇസ്ലാം സമൂഹത്തിന് നൽകുകയാണ്. ആ നല്ല സന്ദേശം ഈ രാജ്യത്ത് പലവരും വിജയമായ പ്രവർത്തനമാണ്, രാഷ്ട്രീയമായ പ്രവർത്തനം കൂടിയാണ്. രാഷ്ട്രത്തിനുള്ളിൽ നടക്കുന്ന ഏതു പ്രവർത്തനവും രാഷ്ട്രീയമായ പ്രവർത്തനമാണ്.
രാഷ്ട്രത്തിന്റെ ഭരണസാരഥ്യ രംഗത്ത് കയറിപ്പറ്റണം എന്നാഗ്രഹിച്ച് മുന്നണികൾ ഉണ്ടാക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം എന്നാരും കരുതരുത്. രാഷ്ട്രം നിലനിൽക്കണം, രാജ്യം നിലനിൽക്കണം. രാജ്യമാകുമ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട വ്യവസ്ഥ, നിയമ സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ നിലനിൽക്കണം. രാഷ്ട്രത്തോട് മുഴുവനുണ്ട്. അതിനെയാണ് നാം രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. രാഷ്ട്രസങ്കല്പങ്ങൾ ഇന്നത്തെ രൂപത്തിൽ രൂപപ്പെടുന്നതിന് വളരെ മുമ്പേ തന്നെ ഈ വലിയ സത്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചയാളാണ് ലോകൈക ഗുരു ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമ വദൗലതനാ ഖാദിമ. ഞങ്ങളുടെ രാഷ്ട്രം നിലനിൽക്കണം, ഞങ്ങൾക്ക് എപ്പോഴും അഭ്യുന്നതി നീ നിലനിർത്തി തരണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ശാസ്ത്രങ്ങളും ലോകത്ത് പഠിപ്പിച്ചതെങ്കിൽ ഒരു ചങ്ങല, ആ ചങ്ങലയുടെ ഉറപ്പ്, അതിന്റെ ഏറ്റവും ദുർബലമായ കണ്ണിക്കുള്ള ഉറപ്പ് എത്രത്തോളം, അത്രയുമാണ് ആ ചങ്ങലയുടെ ഉറപ്പ്. ഇത് മനസ്സിലാക്കി ഏറ്റവും പാവപ്പെട്ടവർ, ഏറ്റവും ബലഹീനർ, അവർക്ക് കരുത്തു പകരുകയും ആ കരുത്തിലൂടെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും രാഷ്ട്രത്തിന്റെയും കരുത്ത്, ശക്തി മെച്ചപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമിന്റെ. രാഷ്ട്രത്തോട് മുഴുവനുണ്ട്. അതിനെയാണ് നാം രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. രാഷ്ട്രസങ്കല്പങ്ങൾ ഇന്നത്തെ രൂപത്തിൽ രൂപപ്പെടുന്നതിന് വളരെ മുമ്പേ തന്നെ ഈ വലിയ സത്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചയാളാണ് ലോകൈക ഗുരു ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമ വദൗലതനാ ഖാദിമ. ഞങ്ങളുടെ രാഷ്ട്രം നിലനിൽക്കണം, ഞങ്ങൾക്ക് എപ്പോഴും അഭ്യുന്നതി നീ നിലനിർത്തി തരണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കിട്ടുന്നത് കണ്ടോളി എന്ന് പി.ടി. അബ്ദുറഹ്മാൻ പാടിത്തന്ന വരികൾ അദ്ദേഹത്തിന്റെ കവി മനസ്സിൽ മാത്രം വിരിഞ്ഞതല്ല, പരിശുദ്ധമായ ഒരു ഹദീസിന്റെ ശരിയായ മൊഴിമാറ്റമാണ്, ആശയത്തിന്റെ പകർപ്പാണ് ആ വരികൾ എന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടുള്ള വിധേയത്വമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആഭിമുഖ്യമാണ്. അതോടൊപ്പം സഹജീവികളെ ശരിയാവണ്ണം കാണാനും സേവിക്കാനും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുവാനുമുള്ള ആഹ്വാനം ഇസ്ലാം സമൂഹത്തിന് നൽകുകയാണ്. ആ നല്ല സന്ദേശം ഈ രാജ്യത്ത് പലവരും കേൾപ്പിക്കുകമായ പ്രവർത്തനമാണ്, രാഷ്ട്രീയമായ പ്രവർത്തനം കൂടിയാണ്. രാഷ്ട്രത്തിനുള്ളിൽ നടക്കുന്ന ഏതു പ്രവർത്തനവും രാഷ്ട്രീയമായ പ്രവർത്തനമാണ്. രാഷ്ട്രത്തിന്റെ ഭരണസാരഥ്യ രംഗത്ത് കയറിപ്പറ്റണം എന്നാഗ്രഹിച്ച് മുന്നണികൾ ഉണ്ടാക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം എന്നാരും കരുതരുത്. രാഷ്ട്രം നിലനിൽക്കണം, രാജ്യം നിലനിൽക്കണം. രാജ്യമാകുമ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട വ്യവസ്ഥ, നിയമ സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ നിലനിൽക്കണം. ലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ആ ലക്ഷങ്ങളോട് ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്തുകയാണ് SYS. ഈ SYS കേവലം ഉത്തരവാദിത്തം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ത്യയിലെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതി നമുക്കറിയാം, സാമൂഹ്യമായ പശ്ചാത്തലം നമുക്കറിയാത്തതല്ല. തമ്മിൽ തല്ലുകയും കൊല്ലുകയും നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ മാത്രം മഹിതവൽക്കരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം, ഞാൻ ആരെയും സ്പർശിക്കുകയല്ല, പൊതുവിൽ ഇന്ത്യയുടെ സ്വഭാവം പ്രതിപക്ഷം എന്നുള്ള ഒരു പക്ഷത്തിന് നിഷ്പക്ഷമായി നീങ്ങാൻ കഴിയാത്തൊരു പാക്ഷികമായ ചിന്താഗതി, അത് ഭരണപക്ഷത്തെ എതിർക്കുക എന്നുള്ള ചിന്താഗതിയിലേക്കാണ്.
അതുപോലെ തന്നെ ഭരണപക്ഷത്തിനാണെങ്കിൽ പ്രതിപക്ഷത്തിനെ വകവെക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ള ഭരണചിന്താഗതിയും. ഇവിടെ രാഷ്ട്രീയം മനുഷ്യപ്പറ്റിനാകണം എന്ന് പറയാൻ ഇന്ത്യയിലെ ഒരു മത സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് SYS മാത്രമാണ് എന്ന് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയം. നൂറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യം ഭരണം നടത്തിയ മുസ്ലിം ഭരണാധികാരികൾ 886 വർഷമാണ് രാജ്യം ഭരിച്ചത്. അവർ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് അവർ മാറ്റി, ഏകീകൃത രാജ്യമാക്കി മാറ്റി, ശക്തമായ ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഭരണം നടത്തിയിട്ട് അവർ ആരും നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും മാനവിക സംസ്കാരത്തെയും തിരിച്ചറിയാൻ ആ ഭരണാധികാരികൾക്ക് സാധിച്ചിരുന്നു. അവർക്ക് നമ്മുടെ രാജ്യത്തെ വൈജാത്യങ്ങളെ, വൈരുദ്ധ്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് അവർ ഭരണം നടത്തിയത്. ഏതോ ഒരാൾ കേസ് ഫയൽ ചെയ്തപ്പോ അത് അദ്ദേഹം കാരണം പറഞ്ഞത് ഭരണഘടന നിലവിൽ വരുമ്പോ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുമ്പോ അവരുടെ ആരോഗ്യം, അവരുടെ സമയം, അവരുടെ കഴിവ് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അതേ സമയത്ത് അത്തരം കഴിവുകൾ കൂടുമ്പോഴാണ് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും കൂലിത്തല്ലുകാരും ഗുണ്ടാസംഘങ്ങളും അമ്പിളിപ്പൂവേ നബിയാ അമ്പർ ചിന്തും നിധിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പർ ചിന്തും നിധിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ ആ സമൂഹത്തിന് ആവശ്യമുള്ള എല്ലാം ജീവകാരുണ്യം പരസ്പരം വെച്ചുപുലർത്തുമ്പോഴാണ് രാജ്യം. കേരള മുസ്ലിം ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് കീഴിൽ 7 പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് നിർമ്മാണാത്മകമായ ആ സമൂഹത്തിന് ആവശ്യമുള്ള എല്ലാം ജീവകാരുണ്യം പരസ്പരം വെച്ചുപുലർത്തുമ്പോഴാണ് രാജ്യം. കേരള മുസ്ലിം ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ആ സമൂഹത്തിന് ആവശ്യമുള്ള എല്ലാം ജീവകാരുണ്യം പരസ്പരം വെച്ചുപുലർത്തുമ്പോഴാണ് രാജ്യം. കേരള മുസ്ലിം ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ
ഈ രൂപത്തിലാണ് നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.